എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 കേരളം ചാനലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഹിന്ദുയിസവുമായി ചേർന്ന് നിൽക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ വിശദീകരിച്ചിരുന്നു. അതിൻ്റെ ചുരുക്കം ഇതാണ്: നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്നത് ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കേവലം ഒരു മതമായി മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. സിയൂസ്, വീനസ് തുടങ്ങിയിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങളെ മതത്തിൻ്റെ നിയന്ത്രണങ്ങൾക്ക് പുറമെ എല്ലാവരും ഒരേപോലെ തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും ആൾക്കാർക്ക് അതിന് സാധിക്കുന്നില്ല. ഇവിടെ അതെല്ലാം തന്നെ ഒരു ഹിന്ദു മത ചിഹ്നമായിട്ട് പരിമിതപ്പെടുത്തുകയും എന്നാൽ ഈ നാടിൻ്റെ, ഈ മണ്ണിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ പലരും സ്വീകരിക്കാനായിട്ട് വൈമുഖ്യം കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ വിമർശനം. അപ്പോൾ ഇത് പൊതുവെ നല്ല രീതിയിലത്തേക്കുള്ള സ്വീകാര്യത കിട്ടി. പക്ഷേ പലരും എനിക്ക് ഒരാളിൻ്റെ വീഡിയോ അയച്ചു തന്നു. അത് ആലപ്പുഴയിലുള്ള അൻസാരി എന്നു പേരായ ഒരു ഉസ്താദിൻ്റേതാണ്. അപ്പോൾ അദ്ദേഹം അതിൽ എന്നെ വിമർശിക്കുകയാണ്. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അവാസ്തവങ്ങളോ നുണകളോ അർത്ഥസത്യങ്ങളോ ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതെന്തൊക്കെയാണ് എന്ന് വിശദമാക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഒന്നാമത്, ഇവിടെ നമ്മുടെ ഉസ്താദ് പറയുന്നത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വന്നിരിക്കുന്നതിൻ്റെ സാരം എന്താണ് എന്ന് വെച്ചാൽ, നമ്മുടെ സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമാണ്, അതായത് ഹിന്ദു സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമാണ് ദേശസ്നേഹി അഥവാ രാജ്യത്തിനോട് കൂറുള്ളവർ എന്നാണ്. നോക്കൂ, ഇതാണ് ഉസ്താദിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പേരിൽ ആരോപിച്ചാൽ അതിനെനിക്ക് മറുപടി പറയാൻ കഴിയും. പക്ഷെ ഞാൻ പറയാത്ത കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വാദങ്ങൾ ദുർബലമാകുമ്പോൾ, നിങ്ങൾക്ക് മറ്റൊന്നും പറയാൻ കഴിയാതെ വരുന്ന സമയത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള സ്ട്രോമാൻ തിയറിയൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തിനെ നിങ്ങൾ എൻ്റെ പേരിൽ ദയവ് ചെയ്ത് ആരോപിക്കരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ സ്നേഹിക്കുന്നതും സ്നേഹിക്കാതിരിക്കുന്നതും ഒരു വ്യക്തിയുടെ ചോയ്സാണ്, അല്ലെങ്കിൽ അയാളുടെ അപ്ബ്രിങ്ങിങ്ങിൻ്റേതായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിന് മറ്റു പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനെ, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്ന ആൾക്കാർ മാത്രമേ ദേശസ്നേഹികളാവുകയുള്ളൂ, രാജ്യത്തിനോട് കൂറുള്ളവരാവുകയുള്ളൂ എന്നൊന്നും തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമായിട്ട് ഉസ്താദ് മനസ്സിലാക്കുക. ഇനി ഉസ്താദിൻ്റെ രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ പൈതൃകം രൂപപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസധാരയിൽ നിന്നാണോ എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. നിശ്ചയമായിട്ടും ആണ്. അത് ഞാൻ പറയുന്ന കാര്യമല്ല, വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അത് ചരിത്രകാരന്മാരായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്ന ട്രാവലേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ പ്രിഡോമിനൻ്റ്ലി നമ്മുടേത് ധാർമ്മിക് വേയിലുള്ള ഒരു രാജ്യമാണ് എന്നാണ് പറയുന്നത്. ധാർമ്മിക് ഫോൾഡിൽ ഉൾപ്പെടുന്ന മതങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നത്തെ മതങ്ങൾ എന്നുള്ള ഒരു സ്ട്രിക്റ്റ് സെൻസിൽ നോക്കിയാൽ തന്നെ അതിൽ ഹിന്ദു മതമുണ്ട്, സിഖ് മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈന മതമുണ്ട്. ഈ 4 മതങ്ങൾ ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടിരിക്കുന്ന തദ്ദേശീയമായിട്ടുള്ള മതങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ തന്നെ ആചാരപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ദേവതാ സങ്കല്പത്തിലോ ഒക്കെ തന്നെ വ്യത്യാസമുണ്ട് എങ്കിലും അതിനെയെല്ലാം തന്നെ ധാർമ്മിക് റിലിജിയൻസ് എന്ന പേരിൽ ഒറ്റ ബ്രാക്കറ്റിലാണ് അതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ പലപ്പോഴും ഒരു ഹിന്ദു നിയമം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഇതിൽ ഹിന്ദുക്കൾ മാത്രമല്ല സിഖുകാരും ജൈനമത വിശ്വാസികളും ബുദ്ധമത വിശ്വാസികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു ജനറലായി ഉപയോഗിക്കുന്ന കണ്ടീഷൻ പോലുമാണ്. അപ്പോൾ ഇന്ത്യയുടെ പൈതൃകം രൂപപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസധാരയിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അത് ഈ 4 മതങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ബ്രോഡ്ലി ഹിന്ദുയിസം എന്ന ഡെഫിനിഷനിൽ ഉൾപ്പെടുന്ന ഈ ധാർമ്മിക് ഫോൾഡിൽ നിന്ന് തന്നെയാണ് നമ്മുടെ പൈതൃകം ഉണ്ടായിരിക്കുന്നത്. അടുത്തത്, അദ്ദേഹം 12ാം നൂറ്റാണ്ടിലേക്ക് പോയിട്ട് ചരിത്രം പറഞ്ഞുകൊണ്ട് അതിൽ ഉള്ള പല കാര്യങ്ങളും നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ആ പൈതൃകം എന്നത് ആരംഭിക്കുന്നത് 12ാം നൂറ്റാണ്ടിലല്ല. പൈതൃകം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ, അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടം മുതൽ പിന്നീട് ഇങ്ങോട്ട് കണക്കാക്കുന്നതല്ല, മറിച്ച് നമുക്കറിയാവുന്ന ഏറ്റവും പഴയ കാലം മുതൽ കണക്കാക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന 12ാം നൂറ്റാണ്ടിനേക്കാളിലൊക്കെ മുമ്പ്, ക്രിസ്തുവിന് മുൻപുള്ള കാലങ്ങളിൽ നമുക്ക് എത്ര പിന്നിലേക്ക് പോകാൻ കഴിയുമോ അന്ന് ഉണ്ടായിരുന്നത് എന്താണോ അതിനെ പിന്നീട് ഇങ്ങോട്ട് കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്നതിനെയാണ് നമ്മുടെ ഈ പൈതൃകമായിട്ട് നമ്മൾ പറയുക. അതല്ലാതെ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിനെ എടുത്തിട്ട് കൺവീനിയൻ്റ് ആയിട്ട് അവിടെ നിന്നല്ല നമ്മളിതൊന്നും തന്നെ കണക്ക് കൂട്ടുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇനി അദ്ദേഹം ഈ വിശ്വാസധാരകളെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ബഹുദൈവ വിശ്വാസം ഇല്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഉസ്താദ് ഒരുപക്ഷെ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഹിന്ദു മതം എന്ന് പറയുന്നതിൽ ഏകദൈവ വിശ്വാസികളുണ്ട്,
ബഹുദൈവ വിശ്വാസികളുണ്ട്, ഈശ്വര വിശ്വാസമേ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഈശ്വരനുണ്ട് പക്ഷേ അത് രണ്ടല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, രണ്ടല്ല എന്ന് പറയുമ്പോൾ അത് ഒന്നാണ് എന്നും അതല്ല രണ്ടിനു മുകളിലുള്ള ഒരു നമ്പറാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഒക്കെയുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഈശ്വര വിശ്വാസ സങ്കല്പങ്ങൾ, അതിൽ ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും അടക്കം ഈശ്വര വിശ്വാസമേ ഇല്ലാത്തതടക്കമുള്ള പലതരത്തിലുള്ള സങ്കല്പങ്ങളും അങ്ങനെ ചേർന്നിട്ടുള്ളതാണ് ഹിന്ദുമതം. അതുകൊണ്ട് തന്നെ 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നു എന്ന് പറയുന്നത് ഉസ്താദെ ബുദ്ധിമുട്ടുണ്ട് പറയുന്നതിൽ, പക്ഷേ ശുദ്ധ വിവരക്കേടാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ 12-ാം നൂറ്റാണ്ടിലും മറ്റുമുള്ള ദൈവസങ്കല്പം എന്നത് നിരാകാരനും നിർമ്മയനുമായിട്ടുള്ള ദൈവമാണ് എന്നാണ്. വീണ്ടും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ വിവരക്കേടാണ് അവിടെ തെളിഞ്ഞു കാണുന്നത്. കാരണം നിരാകാരൻ, നിർമ്മയൻ എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഒരിക്കലും ഏകദൈവ വിശ്വാസത്തിനെ സ്ട്രിക്ട്ലി ആ സെൻസിൽ കരുതുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുദൈവ വിശ്വാസത്തിന്റെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് രാമായണം. രാമായണത്തിൽ എങ്ങനെയാണ് രാമനെ വിശേഷിപ്പിക്കുന്നത് എന്ന് നോക്കുക. രാമൻ എന്ന ഈശ്വര ചൈതന്യത്തിനെ അതിൽ വിശേഷിപ്പിക്കുന്നത് നിരാകാരൻ, നിർമ്മയൻ, നിർമ്മലൻ, നിർഗുണൻ, നിരഹങ്കാരൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചാണ്. അതൊരു ഭാഗത്തല്ല, പല സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും മറ്റ് എല്ലാ ഹിന്ദു ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. അതിനർത്ഥം മാനിഫെസ്റ്റേഷൻസ് ആണ് നമ്മൾ ഈ ആരാധിക്കുന്ന ദേവതാ സങ്കല്പങ്ങൾ എന്നുള്ളതുമാണ്. ദയവ് ചെയ്ത് ഉസ്താദ് മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദു പുസ്തകത്തിൽ നിരാകാരൻ എന്ന് കണ്ടതുകൊണ്ടോ നിർമ്മയൻ എന്ന് കണ്ടതുകൊണ്ടോ അത് ഒരൊറ്റ ദൈവത്തിനെ സങ്കല്പിക്കുന്ന വിശ്വാസമാണ് എന്ന രീതിയിലേക്ക് കരുതുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നുള്ളത് ഉസ്താദ് ഒന്ന് ഓർക്കുക. ഇനിയെങ്കിലും അതിന് സംശയമുണ്ടെങ്കിൽ രാമായണം ഒന്നെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സംശയം താങ്കൾക്ക് മാറിക്കിട്ടും. ഇനി അദ്ദേഹം പറയുന്ന അടുത്ത ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള തെറ്റ് അല്ലെങ്കിൽ ശുദ്ധ വിവരക്കേട് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഹിന്ദു മതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആശയധാര എന്നത് ആര്യ സമാജമാണ് എന്നാണ്. ഇത്രത്തോളം ചരിത്രപരമായിട്ടുള്ള ഒരു തെറ്റ് ആർക്കെങ്കിലും പറയാനായിട്ട് കഴിയുമോ, ഇത്ര കോൺഫിഡൻസോടുകൂടി പറയാൻ കഴിയുമോ എന്നുള്ളത് എന്നെ തെല്ലൊന്നുമല്ല അമ്പരപ്പിക്കുന്നത് എന്ന് ആദ്യം തന്നെ ഉസ്താദിനോട് പറഞ്ഞോട്ടെ. കാരണം താങ്കൾ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ തെറ്റാണ്. താരതമ്യേന പുതുതായിട്ടുള്ള ഒരു ആശയധാരയാണ് ആര്യ സമാജം. കാരണം അത് 19-ാം നൂറ്റാണ്ടിൽ മാത്രം രൂപപ്പെട്ടതാണ്. 1875 സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഹിന്ദുമതത്തിൻ്റെ മൊത്തത്തിലുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കേവലം 180 വർഷത്തെ മാത്രം പഴക്കമുള്ള ഒരാശയധാരയാണ്. അതിലെ ഏറ്റവും പഴയ ആശയധാര എന്നൊക്കെ താങ്കൾ തട്ടിവിടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം കൂടിയാണ് തോന്നുന്നത്. താങ്കൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കൃത്യമായിട്ടുള്ള ഒരു കാലഗണന അതിനു വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ക്രിസ്തുവിന് മുൻപ് ഒരു 1500 വർഷങ്ങളെങ്കിലും പിന്നിലുള്ള ഒന്നാണ് എന്ന് പറയപ്പെടുന്നതാണ് വേദിക് ട്രഡീഷൻ. അതിനേക്കാൾ കൂടുതൽ പഴക്കം അതിന് പറയുന്നുണ്ട്. ആ വേദങ്ങൾ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് അഥവാ മൂലം. അതുകൊണ്ട് തന്നെ ആ വേദത്തിൽ ഏത് തരത്തിലുള്ള ഈശ്വര സങ്കല്പങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പിന്നീട് ഉപനിഷത്തുകളെക്കുറിച്ച് നമുക്കറിയാം. അതെല്ലാം തന്നെ താങ്കളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വേദിക് ട്രഡീഷൻ തന്നെയാണ് ഇതിലെ ഏറ്റവും പഴക്കം ചെന്നിരിക്കുന്ന ആശയധാര. ഇനി ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയധാര എന്ന് പറയുന്നത് അതിൻ്റെ തത്വചിന്തയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫിയാണ്. അത്തരത്തിലുള്ള ദർശനങ്ങൾ തന്നെ 6 എണ്ണമാണ്. ഷഡ് ദർശനങ്ങൾ എന്ന് നമുക്ക് പറയാം. അതിലൊന്ന് മഹർഷി കപിലൻ സ്ഥാപിച്ച സാഖ്യമാണ്. മറ്റൊന്ന് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിലൂടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന യോഗമാണ്. ഇനി മൂന്നാമതൊന്ന് ന്യായം ആണ്. അത് ഗൗതമ മഹർഷി സ്ഥാപിച്ചതാണ്. തർക്കശാസ്ത്രത്തിലും യുക്തിവിചാരത്തിലും ഒക്കെ ചേർന്നതാണത്. നമ്മളിപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ന്യായം എന്ന് പറയുന്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പിന്നീട് വൈശേഷികം കണാദ മഹർഷി സ്ഥാപിച്ചിരിക്കുന്നതാണ്. പ്രകൃതിശാസ്ത്രത്തിൻ്റെ ആദ്യകാല രൂപമാണത്. അതുകൂടാതെ മീമാംസയുണ്ട്. അത് ജൈമിനി മഹർഷി സ്ഥാപിച്ചിരിക്കുന്നതാണ്. ഏറ്റവും അവസാനത്തേത് വേദാന്തമാണ്. അത് ബാദരായണൻ്റെ ബ്രഹ്മസൂത്രത്തെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഒക്കെ കൃത്യമായിട്ടുള്ള കാലഗണനയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയോ പഴക്കമുള്ളതാണ് എന്ന് മാത്രമേ സത്യത്തിൽ പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇത് കൂടാതെ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവത്തിനെ മാത്രം വിശ്വസിക്കുന്ന തരത്തിൽ ശൈവിസം, വൈഷ്ണവിസം തുടങ്ങിയ പലതരത്തിലുള്ള ബ്രാഞ്ചുകളുണ്ട്. ശക്തിയെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊക്കെ തന്നെ 2000 വർഷങ്ങൾക്ക് മുകളിലുള്ള പഴക്കമുണ്ട് എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുകൂടാതെ 6-ാം നൂറ്റാണ്ട് വരുമ്പോൾ അതിൽ ഭക്തി പ്രസ്ഥാനമുണ്ട്. 8-ാം നൂറ്റാണ്ട് വരുമ്പോൾ ആദിശങ്കരൻ്റെ അദ്വൈത വേദാന്തം വരുന്നുണ്ട്. ഇനി താങ്കൾ പറഞ്ഞിരിക്കുന്ന ആര്യസമാജത്തിന് കുറേ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രഹ്മസമാജം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആശയധാരയുണ്ട്. അതിൽ താരതമ്യേന പുതുതായിട്ടുള്ള ഒന്നിനെ എടുത്ത് അതാണ് ഏറ്റവും പഴക്കം ചെന്നത് എന്നും അതിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വര സങ്കല്പം എന്നത് വ്യത്യസ്തമാണ്, അത് നിരാകാരനും നിർമ്മയനുമായിട്ടുള്ള ദൈവത്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പഴയ സങ്കല്പങ്ങളിൽ തന്നെ എല്ലാമുണ്ട്. അതായത് ഏകദൈവ വിശ്വാസമുണ്ട്, ബഹുദൈവ വിശ്വാസമുണ്ട്,
അദ്വൈത വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് രണ്ടല്ല എന്ന് പറയുമ്പോൾ അത് ഒന്നാവാം എന്നും അത് രണ്ടിന് മുകളിലാകാം എന്നും സങ്കല്പിക്കുന്ന ആൾക്കാരുണ്ട്. വിശ്വാസമേ ഇല്ലാത്ത ആൾക്കാരുണ്ട്. പൂർണ്ണമായിട്ടും എത്തീസ്റ്റ് ചിന്തയിൽ കൂടി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ ആൾക്കാർക്കും വളരെ കൃത്യമായിട്ടുള്ള സ്പേസ് ഉള്ള ഒരു ആശയധാരയാണ്. ഇത്രത്തോളം വൈവിധ്യമുള്ള ഒരു ആശയധാര ലോകത്ത് ഒരുപക്ഷെ മറ്റെവിടെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിൽ നിന്ന് ഏറ്റവും നൂതനമായി വന്നിരിക്കുന്ന ഒന്നിനെ എടുത്ത് അതാണ് അതിലെ ഏറ്റവും പഴയത്, ഏറ്റവും പരമം എന്ന രീതിയിലത്തേക്കൊക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് താങ്കൾ പറയുന്നതാണ് ശരി എന്നൊക്കെ തോന്നിയേക്കാം. അങ്ങനെയുള്ള ആൾക്കാരെ സാധാരണ ഈ മതമൊക്കെ പറയുന്ന പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അതിന് യാതൊരു വിധത്തിലുള്ള സാങ്കത്യവുമില്ല. ഇറ്റ് ഡസൻ സെർവ് എനി പർപ്പസ് എന്നുള്ളത് ഉസ്താദ് ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക. ഇനി ഈ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ ഉദാഹരണം വേണമെങ്കിൽ വേദത്തിൽ ദൈവമുണ്ട്, ദൈവസങ്കല്പങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇനി സ്രഷ്ടാവായിട്ടുള്ള ഒരു ദൈവസങ്കല്പം ഇല്ലാത്തതാണ് സാഖ്യം എന്നുള്ളത് എത്രയോ പഴക്കമുള്ള ഒരു കോൺസെപ്റ്റാണ് എന്നതിനെക്കുറിച്ച് താങ്കൾക്കറിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അതേപോലെ അദ്വൈത വേദാന്തത്തിലേക്ക് വരുമ്പോൾ അത് രണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഡിഫറെൻറ്റ് മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ ഒരൊറ്റ രൂപത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ ആ രൂപം നിരാകാരമാണ്, നിർമ്മയമാണ് എന്നുള്ള സങ്കല്പം പോലും നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ അദ്വൈതത്തിൽ വിശ്വസിച്ചിരുന്ന ആദിശങ്കരൻ തന്നെ സാക്ഷാൽ ആദിപരാശക്തിയുടെ ബാഹ്യരൂപ വർണ്ണന എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് സൗന്ദര്യലഹരി. അപ്പോൾ ഉസ്താദിന് സമയം കിട്ടുന്നെങ്കിൽ അതുകൂടി ഒന്നെടുത്ത് വായിച്ചു നോക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒക്കെ പറഞ്ഞതിന് ശേഷം, ഈ ആര്യസമാജവും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം ഉസ്താദ് പറയുന്നത് കേവലം ഒന്നിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്നതല്ല ഇന്ത്യയിലെ സംസ്കാരം എന്നാണ്. താങ്കൾക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒന്നാണ്. ധാർമ്മിക് റിലിജിയൻ എന്ന് പറയുന്ന ഒരൊറ്റ ഗ്രൂപ്പാണ്. അതിൽ ഇത്രത്തോളം ഡൈവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ വളരെ പരിമിതമായിട്ടുള്ള, വളരെ പെരിഫറലായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിനെ ഇങ്ങനെ അളക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറ്റും എന്ന് മാത്രമേ അങ്ങയോട് പറയാനുള്ളൂ. ഇനി താങ്കൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നുണ്ട്. വീണ്ടും അതൊരു സ്ട്രോമാൻ സംഭവമാണ്. കാരണം എൻ്റെ ഒറിജിനലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഈ നാടിൻ്റെ സംസ്കാരത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതല്ലാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. പക്ഷേ താങ്കൾ അവിടേക്ക് ആചാരങ്ങളെ കൊണ്ടുവരികയാണ്. വീണ്ടും ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ ഞാൻ പറഞ്ഞു എന്നൊരു പ്രതീതി ഉണ്ടാക്കി താങ്കൾ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു കച്ചി മനുഷ്യനെ ഉണ്ടാക്കി ഇടിക്കേണ്ടുന്ന ഒരാവശ്യമില്ല. അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ദേവദാസി സമ്പ്രദായത്തിനെ കുറിച്ചാണെങ്കിലും സതി എന്നുള്ള ദുരാചാരത്തിനെ കുറിച്ചാണെങ്കിലും പിന്നെ പാണ്ഡവാചാരം എന്നൊക്കെ താങ്കൾ പറയുന്നു. ഈ കാര്യങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ആചാരമാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആചാരനിബദ്ധമായിട്ടുള്ള ഒന്നല്ല ഒരു നാടിൻ്റെ സംസ്കാരം എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾ മനസ്സിലാക്കേണ്ടതാണ്. തന്നെയുമല്ല, ഇതിനെ ദുരാചാരങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിലുള്ളത് മാത്രമല്ല. ഇപ്പോൾ എൻ്റെ മതം, ഹിന്ദു മതത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ദുരാചാരങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിൽ ഏതൊക്കെ ഇല്ലാതെയാക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയും. താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നിരോധിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നിർത്തിയിരിക്കുന്ന ആചാരങ്ങൾ ഇതൊക്കെ തന്നെ ഏതൊക്കെയാണ് എന്നറിയാം. അതായത് അതൊന്നും ഇന്നില്ല. എന്നാൽ അങ്ങ് വിശ്വസിക്കുന്ന മതം ഏതാണ്? ആ മതത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ദുരാചാരമുണ്ടോ? അത് സ്വയം റിഫൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ അങ്ങ് ചിന്തിക്കേണ്ടത്. ഹിന്ദുമതം എന്നുള്ളത് അതിലെ ദുരാചാരങ്ങളെ നിയമപ്രകാരം നിരോധിക്കുന്നുണ്ട്. അതല്ലാതെ ആ മതം തന്നെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആചാര്യന്മാർ അതിന് നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സമുദായ സംഘടനകൾ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ മതത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങയുടെ മതവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലത്തേക്കുള്ള വിമർശനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടും അത് തിരുത്താനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണത്തിന്, ഇന്ത്യൻ തെരുവിലൂടെ ഒരു മുസ്ലിം സ്ത്രീ പർദ്ദയിട്ട് നടക്കുന്നത് പോലെ മോശമായിട്ടുള്ള മറ്റൊരു കാഴ്ചയില്ല എന്നൊക്കെ അംബേദ്കർ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങറിയുക. അത് വിമർശനമായിട്ട് ഉൾക്കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിഫൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങയുടെ മതം ശ്രമിച്ചിട്ടുണ്ടോ, മറ്റ് രാജ്യങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടി ആലോചിച്ച് നോക്കുക. ഇറാനിലും മറ്റും ഹിജാബ് കത്തിച്ചുകൊണ്ട് ആൾക്കാർ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചും അങ്ങ് ഒന്ന് വിലയിരുത്തുക. പിന്നെ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജൈബ് അങ്ങ് പറയുന്നുണ്ട്. അതായത് ഈ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വെറും കഥകൾ മാത്രമാണ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ കഥാ ഇമാസ്തേ കഥിത മഹീയസാം എന്നുള്ള ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നുണ്ട്. താങ്കൾ ഇവിടെ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം തന്നെ കഥകൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കഥകളിൽ വിശ്വസിച്ചുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണോ എന്നൊക്കെയാണ് താങ്കൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അതല്ല നമ്മുടെ വിഷയം എന്നൊക്കെ പറഞ്ഞ് താങ്കൾ അത് അങ്ങ് വിട്ടേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും താങ്കൾക്ക് വലിയൊരു തെറ്റു പറ്റിയിട്ടുണ്ട്. കാരണം താങ്കൾ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥമല്ല ആ ശ്ലോകത്തിനുള്ളത്. കഥാ ഇമാസ്തേ കഥിത മഹീയസാം വിതായ ലോകേഷു യശ പരേയുഷാം
വിജ്ഞാന വൈരാഗ്യ വിവക്ഷായ വിഭോ വക്ഷു വിഭൂതിർ ന തു പാരമാർത്ഥ്യം എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം. അതായത് അതൊരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. അതിൽ പറയുന്നത് ലോകമെമ്പാടും തങ്ങളുടെ പ്രശസ്തി പരത്തുകയും പിന്നീട് മറഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്ന ഈ മഹാരാജാക്കന്മാരുടെ എല്ലാ വിവരണങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതീന്ദ്രിയമായിട്ടുള്ള അറിവും പരിത്യാഗവും നിങ്ങളെ പഠിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ രാജാക്കന്മാരുടെ കഥകൾ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വിവരണങ്ങൾക്ക് ശക്തിയും ഐശ്വര്യവും നൽകുന്നതാണ്. പക്ഷെ അവയിൽ തന്നെ അറിവിൻ്റെ പരമമായിട്ടുള്ള വശം ഉൾക്കൊള്ളുന്നില്ല എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ തന്നെ ഇല്ലാത്തതാണ് എന്നോ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് എന്നോ ഈ കഥയിലുള്ള രാജാക്കന്മാരൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്നോ ഇതൊക്കെ വെറും കഥകളാണ്, സംഭവ കഥകളല്ല എന്നൊന്നുമുള്ള ഒരർത്ഥവും ഇതിനില്ല. ഇതിലാകെ പറയുന്നത്, ഈ കഥകൾ പറയുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അറിവ് നിങ്ങൾക്ക് സമ്പാദിക്കുന്നതിന് വേണ്ടി, അതിനെ കുറച്ചുകൂടി ലളിതമാക്കുന്നതിന് വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ കഥകൾ മാത്രമല്ല പൂർണ്ണമായിട്ടുള്ള അറിവ്, അതിന് മറ്റു പല കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം. ഇതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും എനിക്ക് മറ്റു മതങ്ങളിലുള്ള ഗ്രന്ഥങ്ങളിലും വലിയ ജ്ഞാനമുണ്ട് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി പലപ്പോഴും തങ്ങളുടെ ഓഡിയൻസിനോട് പറയാനായിട്ട് ഇതൊക്കെ തന്നെ തട്ടിവിടാറുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ മറ്റൊരു മതത്തിലുള്ള ആൾക്കാരാണ് എങ്കിൽ അവർ വിശേഷിച്ചും ഓർക്കും, ഇദ്ദേഹത്തിന് വലിയ ജ്ഞാനമുണ്ട്, അദ്ദേഹം മറ്റുള്ള മതഗ്രന്ഥങ്ങളുമൊക്കെ വായിച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവർ വിചാരിക്കും. അവരെ കളിപ്പിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുന്ന ആൾക്കാരെ ഈ വികലമായിട്ടുള്ള വ്യാഖ്യാനം കൊണ്ട് കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രിയപ്പെട്ട ഉസ്താദ് മനസ്സിലാക്കുക. അതും ചീറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ താങ്കൾ പറയുന്നുണ്ട്, ഐതിഹ്യമായിട്ട് പോലും ഇതൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നു. നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഐതിഹ്യം ഇതിഹാസം എന്ന് പറയുന്നത് രണ്ടും ഇതിഹ എന്നുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള റൂട്ടായിട്ടുള്ള ഒരു വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത് എങ്കിലും അതിൻ്റെ പ്രയോഗത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇതിഹാസമാണ് രാമായണം, ഇതിഹാസമാണ് മഹാഭാരതം. അതായത് ഇതിഹാസം എന്നതിൻ്റെ അർത്ഥം ഇത് നടന്നതാണ് എന്നാണ്. ലോകത്തുള്ള എല്ലാ ഇതിഹാസങ്ങളും അങ്ങനെയാണ്. അതെല്ലാം തന്നെ വെറും കഥകളല്ല, സംഭവ കഥകളാണ് എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ഇതിഹാസം എന്നുള്ളത് ചരിത്രപരമാണ്, ഘടനാപരമാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് ബ്രോഡ്ലി അതിനുള്ളത്. എന്നാൽ ഐതിഹ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി ഒരു നാട്ടുകഥ അല്ലെങ്കിൽ ലെജൻഡ് എന്ന രീതിയിലത്തേക്ക് അറിയപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് ഒരേ വാക്കിൽ നിന്നാണ് എങ്കിലും ഇതിഹാസവും ഐതിഹ്യവും അതിൻ്റെ ഉപയോഗത്തിൽ കാര്യമായ അന്തരമുള്ള രണ്ട് വാക്കുകളാണ് എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇതിഹാസത്തിനെക്കുറിച്ചാണ്, അതല്ലാതെ ഐതിഹ്യത്തിനെക്കുറിച്ചല്ല എന്നുള്ളത് ഉസ്താദ് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇനി അടുത്തത്, വീണ്ടും ഉസ്താദ് ഞാൻ പറയാത്ത കാര്യം എൻ്റെ വായിലേക്ക് തള്ളിവെച്ച് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇവിടുത്തെ സംസ്കൃതിയിൽ ശ്രീജിത്ത് പണിക്കർക്ക് എത്രത്തോളം അവകാശമുണ്ടോ അത്രത്തോളം തന്നെ അവകാശമുണ്ട് എന്ന് താങ്കൾ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ താങ്കളുടെ ഭാഗം മാത്രം കേൾക്കുന്ന ഒരാൾ കരുതുക, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും തന്നെ എനിക്കുള്ളതുപോലെ ഇവിടുത്തെ സംസ്കൃതിയിൽ അവകാശമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്കാരം ഷെയർഡാണ്, എല്ലാവരും അത് സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ന് കരുതി എല്ലാ ആൾക്കാരും അത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ലാൻഡിൻ്റെ സംസ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ സംസ്കാരത്തിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അതിൽ ഞങ്ങൾക്കും തുല്യാവകാശമുണ്ട് എന്ന് താങ്കൾ അവകാശപ്പെടുകയും എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബിംബങ്ങളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടുമാണ് താങ്കൾ എടുക്കുന്നത്. ഉദാഹരണത്തിന് വന്ദേ മാതരം, അതിൽ പറഞ്ഞിരിക്കുന്ന ബിംബങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ സംസ്കൃതിയിൽ തുല്യ അവകാശം ഉണ്ട് എന്ന് താങ്കൾ പറയുമ്പോഴും അതിനെ ഒന്നും തന്നെ ഉൾക്കൊള്ളാനായിട്ട് താങ്കൾ തയ്യാറാകുന്നില്ല. അപ്പോൾ പിന്നെ ഏത് സംസ്കൃതിയുടെ അവകാശത്തിനെക്കുറിച്ചാണ് താങ്കൾ ഇവിടെ പറയുന്നത്? ഞാൻ പറയുന്നത് ഇത് എല്ലാവർക്കും കൂടി ഉണ്ടാകണം, അത് ഷെയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതങ്ങനെ ആവണം എന്നുള്ളത് എൻ്റെ താല്പര്യവും അതങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പോലും പല വിഷയങ്ങളെയും, ഉദാഹരണത്തിന് വന്ദേ മാതരം, അതിലെ ദേവതാ സങ്കല്പം, ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് പറയുന്നത് താങ്കളാണ്, ഞാനല്ല. ഇനി താങ്കൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വലിയ വിവരക്കേട് ആദം എന്ന വാക്കിനെക്കുറിച്ചാണ്. ലോകത്ത് മറ്റൊരു ഭാഷയിലും മറ്റൊരു രാജ്യത്തും മനുഷ്യന് ആദം എന്നുള്ള ഒരു പേരില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. പൂർണ്ണമായിട്ടും തെറ്റാണ്. അവിടെയും നേരത്തെ പറഞ്ഞിരിക്കുന്ന കേസുകൾ പോലെ തന്നെ ഉസ്താദിന് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ആദം എന്ന വാക്ക് ഉദയം ചെയ്തിരിക്കുന്നത് തന്നെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഹീബ്രുവിലാണ് എന്ന് തോന്നും. അതായത് ഹീബ്രുവിൽ ആദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന് തന്നെയാണ്. അതിന് നമ്മുടെ ഉറുദുവിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഉള്ള ആദ്മി എന്നുള്ള ഒരു വേരിയേഷനിലേക്ക് ഒന്നും പോകേണ്ട. ആദം എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യൻ എന്നാണ് അവിടെ പറയുന്നത്. മനുഷ്യവർഗത്തിന് ബനി ആദം എന്നാണ് പറയുന്നത് ഹീബ്രുവിൽ. താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി താങ്കൾ പറയുന്നത് അറബിയിൽ പോലും അങ്ങനെ ഒരു വാക്കില്ല, അവിടെ ഇൻസാൻ എന്നാണ് പറയുന്നത് എന്നാണ്. എന്നാൽ അതും ശരിയല്ല. ഇബ്ന് ആദം
എന്നൊരു ക്ലാസിക്കൽ ഫ്രേസ് അറബിയിലുണ്ട്. അതിന് മനുഷ്യൻ എന്ന് തന്നെയാണ് അർത്ഥം. അവിടെയും ആദം എന്നുള്ള ഒരു പ്രയോഗം വരുന്നുണ്ട്. പിന്നെ ഇൻസാൻ മാത്രമല്ല, കൂടുതൽ റജൂൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതും ഉസ്താദ് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇനി ഈ ഭാഷകളിൽ മാത്രമല്ല കേട്ടോ. ഉദാഹരണത്തിന് ടർക്കിഷ് ഭാഷയിൽ ആദം എന്നുള്ള ഒരു റൂട്ട് വേർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെയും മനുഷ്യൻ എന്ന് തന്നെയാണ്. ഹിബ്രുവിൽ ഉള്ളത് പോലെ തന്നെയാണ് അവിടെയും അർത്ഥം. അതായത് ഇന്ത്യയിൽ ഉത്ഭവിച്ചതോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രമായി ഉദയം കൊണ്ടതോ ആയിട്ടുള്ള ഒരു വാക്കല്ല ആദം എന്നതും അതിന് മനുഷ്യൻ എന്നുള്ള ഒരർത്ഥവുമുള്ളത്. അതിൻ്റെ ഒരു ചരിത്ര പരത തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാനതിലൊരു എക്സ്പേർട്ട് അല്ല എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒറിജിൻ ഒരുപക്ഷെ ഹിബ്രുവിൽ നിന്ന് പിന്നീട് അറബിക്കിലേക്ക് വരുന്നു, അതിനുശേഷം പേർഷ്യനിൽ വരുന്നു, ടർക്കിഷ് വരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഉറുദു, ഹിന്ദി ഭാഷകളിൽ ആദം എന്നുള്ള വാക്കും അതിൻ്റെ വേരിയൻസും മനുഷ്യൻ എന്നുള്ള ഒരർത്ഥവും വരുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവിടെയും ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഉസ്താദ് ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഒരു ഉപദേശം എന്ന രീതിയിൽ എന്നോട് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞു പോകരുത് പണിക്കരെ എന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. എനിക്ക് ഉസ്താദിനോട് തിരിച്ചങ്ങോട്ട് പറയാനുള്ളത്, ഉസ്താദെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകരുത്, നമ്മളെല്ലാം സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ്. താങ്കൾ തന്നെ ആ വീഡിയോയിൽ പറയുന്നത് ഭൂമിയെ അമ്മയായി കാണുന്നവരിവിടെയുണ്ട്, അവർ കണ്ടോട്ടെ എന്നാണ്. അപ്പോൾ അവിടെയാണ് ഉസ്താദെ അതിൻ്റെ പ്രശ്നം. അതായത് എല്ലാം നമ്മൾ സ്വീകരിക്കണം, ഇതെല്ലാം നമ്മുടെ ഒരു ഷെയർഡ് പൈതൃകമാണ് എന്ന് പറഞ്ഞിട്ട് ഭൂമിയെ അമ്മയായി കാണുന്നത് അത് നമുക്ക് വേണ്ട, അത് നിങ്ങൾ ചെയ്തോ, നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് ഷെയർഡായിട്ടുള്ള ഒരു പ്രാക്ടീസായി മാറുന്നില്ല ഉസ്താദെ. നമ്മളതിനെ സ്വീകരിക്കുന്നില്ല ഉസ്താദെ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഷെയർഡാണ്, എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നത്, അമ്മയായിട്ട് നമ്മുടെ രാജ്യത്തിനെ കാണുന്ന, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ട്, അതിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ത്രീബിംബങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിനെ കാണുന്ന, അമ്മയായിട്ട് തന്നെ കാണുന്ന ആ ഒരു സങ്കല്പത്തിനെ ഒരു ഷെയർഡ് സംസ്കൃതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംസ്കാരത്തിനെ നമ്മൾ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളും സ്വീകരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ നമ്മൾ ഒരു ഭാഗത്ത് ഇതെല്ലാം ഷെയർഡാണ്, ഇതെല്ലാം നമ്മൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അതും സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റേതും നീ നിൻ്റേതും ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അവിടെ ഈ ഷെയർഡ് സംസ്കാരം വരുന്നില്ല, അവിടെ നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംസ്കൃതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉസ്താദ് ദയവായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഡ്യൂപ്ലിസിറ്റി അഥവാ ഇരട്ടത്താപ്പ് നമുക്ക് നല്ലതല്ല. കാരണം പറയുന്നതൊന്നും പ്രവൃത്തി മറ്റൊന്നുമായി പോകുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങയോടാണ് പറയാനുള്ളത്, ഉസ്താദെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകരുത്. ഇനി എന്താണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്നതിനെക്കുറിച്ച് ഉസ്താദിന് ഒരു രണ്ടക്ഷരം എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് താങ്കൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ കേവലം കൾച്ചർ എന്നുള്ള ഒരു വാക്ക് മാത്രമല്ല. അതിനേക്കാൾ കുറച്ചുകൂടി ലാർജറായിട്ടുള്ള, സാംസ്കാരികമായി നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അതിൽ അല്പം കൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സിവിലൈസേഷൻ എന്നുള്ളൊരു വാക്കുണ്ട്. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നുണ്ട്. അതിലെ ആ സംസ്കാരമാണ് കോർ. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന കൾച്ചർ എന്ന് പറയുന്ന ലിമിറ്റഡ് സ്കോപ്പ് മാത്രമുള്ള ഒരു സംസ്കാരം ഉണ്ടാകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആ സിവിലൈസേഷൻ ഉണ്ടാവുക? ആ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡിജനസ് ആണ്, തദ്ദേശീയമാണ്, അതാത് രാജ്യത്തുണ്ടാകുന്നതാണ്. അതാണ് പാരമ്പര്യം, അതാണ് പൈതൃകം. അതല്ലാതെ ഇടയ്ക്ക് നിന്ന് വരുന്നതോ കടം കൊണ്ടതോ മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഉൾക്കൊള്ളുന്നതോ ഒന്നും തന്നെ നമ്മുടെ ഇൻഡിജനസ് ആയിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇന്ത്യയിലെ മാത്രമല്ല, ഈ ലോകത്തുള്ള ഏത് രാജ്യത്തും ഏത് സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയോ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ആ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തന്നെ ദീർഘകാലമായിട്ട് താമസിക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ആ രാജ്യത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമായിട്ട് മറ്റു മതങ്ങളെ അവർ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നില്ല, അതിൻ്റെ രീതികളെ അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. ഇവരും പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ കഴിയുന്നതാണല്ലോ, അതുകൊണ്ട് നമ്മുടെ കുറേ കാര്യങ്ങൾ പരിഷ്കരിച്ച് അവരുടേതിനെ കൂടി ഉൾക്കൊള്ളാം എന്ന് ആരും തന്നെ പറയുന്നില്ല എന്നുള്ളത് താങ്കൾ ഓർക്കുക. എന്തുകൊണ്ടാണ് ഒരു സംസ്കാരം അതിൻ്റെ ഇൻഡിജിനസ് ആയിട്ട് മാത്രം വരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചരിത്രപരതയുണ്ട്. പിന്നെ സംസ്കാരത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു സ്റ്റെപ്പ് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ കൾച്ചറിൽ നിന്ന് നമുക്ക് സിവിലൈസേഷനിലേക്കുള്ള ഒരു സഞ്ചാരവുമുണ്ട്. ഒരു ചെറിയ വർക്കിംഗ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ബാബറി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ രാമക്ഷേത്രം നിൽക്കുന്നത്? ഇത് മതപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയന് വേണ്ടിയിട്ട് പറയുന്നതല്ല, മറിച്ച് അതിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് കോടതിയുടേതാണ്. കോടതി അവിടെ പരിശോധിച്ചിരിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള വസ്തുതകളാണ്. അങ്ങനെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ആ പള്ളി നിൽക്കുന്നതിൻ്റെ താഴെയായിട്ട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ റെമിനൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കാണാനായിട്ട് സാധിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും ഒപ്പം ആ പ്രോപ്പർട്ടി നേരത്തെ കൈവശം വെച്ചിരുന്നതുമായി ബന്ധപ്പെട്ട ലാൻഡ് ഓണർഷിപ്പ് റെക്കോർഡുകളും
കോടതിയിൽ സമർപ്പിച്ചു. കോടതി അതെല്ലാം തന്നെ പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിധി അങ്ങനെ ഉണ്ടായതും ഒരു അമ്പലം അവിടെ വരുന്നതും. ഞാൻ ഈ പറയുന്നതൊന്നും ബാബറി മസ്ജിദ് പൊളിച്ചിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ടതല്ല. അത് തെറ്റായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ആ കേസ് അൾട്ടിമേറ്റ്ലി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടായിട്ടാണ്. നമ്മുടെ നാട്ടിലെ നിയമം എന്താണ് എന്നത് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിധി അങ്ങനെ വരുന്നതും അവിടെ ക്ഷേത്രം ഇന്ന് ഉയർന്നു നിൽക്കുന്നതും. നേരെ മറിച്ച് ഹാഗിയ സോഫിയയിലേക്ക് നമ്മൾ പോവുക. ടർക്കിയിലുള്ള കാര്യമാണല്ലോ ഹാഗിയ സോഫിയ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. AD 537 അതായത് 6-ാം നൂറ്റാണ്ടിലാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയായിട്ട് ഹാഗിയ സോഫിയ നിലവിൽ വരുന്നത്. അത് ദീർഘകാലം അങ്ങനെ നിലനിന്നു. എന്നിട്ട് 15-ാം നൂറ്റാണ്ടിൽ അതിനെ ഏകപക്ഷീയമായി ഒരു മസ്ജിദാക്കി മാറ്റി. അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ ചിഹ്നങ്ങളെ മുഴുവനും പ്ലാസ്റ്റർ ഉപയോഗിച്ച് മറച്ചു. ഒന്നാലോചിച്ച് നോക്കുക, 6-ാം നൂറ്റാണ്ട് മുതൽ 9 നൂറ്റാണ്ട് ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്നിരുന്ന ബിംബത്തിനെ 15-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അതിനെ പ്ലാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മറച്ചിട്ട് അതിൻ്റെ നേച്ചറിനെ തന്നെ മാറ്റി, അതിൻ്റെ ക്യാരക്ടറിനെ തന്നെ മാറ്റി അങ്ങനെ ഒരു ചർച്ച് മസ്ജിദായി മാറുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു 5 നൂറ്റാണ്ട് അത് തുടർന്നു. അവസാനം 20-ാം നൂറ്റാണ്ടിൽ കുറച്ചുകൂടി വിഷണറീസ് ആയിട്ടുള്ള ഭരണാധികാരികൾ അവിടെ വന്നപ്പോൾ ആ ആരാധനാലയത്തിലെ മുസ്ലിം ആരാധന സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം അതിനെ സെക്യുലറൈസ് ചെയ്തു. സെക്യുലറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ ഒരു മ്യൂസിയം ആക്കി മാറ്റുന്നു. എന്നിട്ട് ഒരു ഷെയർഡായിട്ടുള്ള ഒരു ആരാധനാ പാറ്റേൺ അവിടെ ഉണ്ടായിരുന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ അവിടെ പ്ലാസ്റ്റർ കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്ന ക്രിസ്ത്യൻ ചിഹ്നങ്ങളെ വീണ്ടെടുത്തു. അതിനെ തുടർന്ന് അത് യുനെസ്കോയുടെ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് മാറി. അതങ്ങനെ വീണ്ടും കുറച്ചു കാലം നിന്നു. ഏതാണ്ട് ഒരു 6 വർഷം മുമ്പ് പഴയതുപോലെ തന്നെ ഏകപക്ഷീയമായി ആ സർക്കാർ ഒരു തീരുമാനമെടുക്കുകയും അതിനെ ഒരു മസ്ജിദായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ആരാധന നടക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ പ്രതീകങ്ങളെ മുഴുവനും മറച്ചതിന് ശേഷമാണ് ആരാധന നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതാണ് ഒരു ലാൻഡിലുള്ള സഹിഷ്ണുത എന്നതും ഒരു ലാൻഡിലുള്ള അതിൻ്റെ ഒറിജിനൽ സംസ്കാരം എന്നുള്ളതും. അങ്ങനെ ഒരു ഇൻവേഷൻ്റെ കൾച്ചർ ഇല്ലാത്ത ഒരു സംസ്കാരത്തിൻ്റെ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അത് നമ്മുടെ സിവിലൈസേഷൻ്റെ, അതിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് അത് സെറ്റിൽ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതിയാണ്, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഉപയോഗിച്ചാണ്. പക്ഷേ ഒരു ഭരണകൂടം ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് നമ്മൾ ഈ ടർക്കിയിൽ കാണുന്നത്. ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സംസ്കൃതിയുടെ വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരാതെ താങ്കൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുകയുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചർച്ചയിൽ ന്യൂസ് 18-ൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വിവിധ മതങ്ങളുണ്ടായിരിക്കാം, വിവിധ ദർശനങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ തദ്ദേശീയമായി ഉണ്ടായിരിക്കുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ സിവിലൈസേഷനിൽ ഊന്നിയുള്ള സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതീകങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ആ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സങ്കല്പങ്ങളെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗ്രീക്ക് ദേവതമാരെ അവിടെയുള്ള എല്ലാ മതസ്ഥരും ഒരേപോലെ ബഹുമാനിക്കുന്നത് പോലെ ഇറ്റലിയിലുള്ള ദേവതാ സങ്കല്പത്തെ അവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആൾക്കാർ ഒരേപോലെ തന്നെ ബഹുമാനിക്കുന്നത് പോലെ ഇന്ത്യയിലുള്ള ഹൈന്ദവ ബിംബങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഒരേപോലെ തന്നെ സ്വീകരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറഞ്ഞത് ഈ 3 രാജ്യങ്ങളും ഇത് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഈ 3 രാജ്യങ്ങളും റിപ്പബ്ലിക് ആയിട്ടുള്ള സോവറിൻ സ്റ്റേറ്റുകളാണ്. ഈ 3 രാജ്യങ്ങളും മതരാജ്യങ്ങളല്ല എന്നുള്ളത് താങ്കൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ഇന്തോനേഷ്യ എന്ന രാജ്യത്ത് ഏതാണ്ട് 87% മുസ്ലിങ്ങളാണ്. അതായത് ഇന്ത്യയിൽ ഏതാണ്ട് 80% ഹിന്ദുക്കളെങ്കിൽ ആ ശതമാനത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ശതമാനം ജനസംഖ്യയാണ് മുസ്ലിങ്ങളുടേത് ഇന്തോനേഷ്യയിലുള്ളത്. ന്യൂനപക്ഷങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് 13% മാത്രമേ ആകുന്നുള്ളൂ. പക്ഷേ അങ്ങനെ വളരെ കൂടുതൽ മുസ്ലിങ്ങളുള്ള ആ രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളെല്ലാം, അത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടീഫ് ആയിക്കോട്ടെ, അവരുടെ ഏതെങ്കിലും ഒരു സിംബൽ ആയിക്കോട്ടെ, അതിലൊക്കെ തന്നെ ഹിന്ദു പ്രതീകങ്ങളാണ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് പ്രതീകങ്ങളാണ്. ഉദാഹരണത്തിന് പല മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലും അവരുടെ പതാകകളിൽ ഒരു ഇസ്ലാമിക് എലമെൻ്റ് ഉണ്ടാകും. എന്നാൽ ഇന്തോനേഷ്യയിലെ ദേശീയ പതാകയിൽ അങ്ങനെയുള്ള ഒരു ഇസ്ലാമിക് എലമെൻ്റ് ഇല്ല. തന്നെയുമല്ല, അതിലുള്ളതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ബുദ്ധിസ്റ്റ് സ്ട്രക്ചറുകളുടെ പ്രതീകവുമാണ്. 2, ഇന്തോനേഷ്യയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്. അതായത് വ്യത്യസ്തതയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തിനെ പോലെ തന്നെയുള്ള ഒരു സങ്കല്പമാണ് അവർക്കുമുള്ളത്. പിന്നെ ആ രാജ്യത്തിൻ്റെ മുദ്ര ഒരുപക്ഷെ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനാണ്. ഒരു 87% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് ഗരുഡനെ അവരുടെ ദേശീയ ചിഹ്നമാക്കി മാറ്റുന്നതിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്ന് പ്രിയപ്പെട്ട ഉസ്താദ് മനസ്സിലാക്കണം. ഇനി അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യം ഇപ്പോൾ 87% മുസ്ലിങ്ങളുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നിരിക്കാം. പക്ഷേ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ കൾച്ചറിന് മുൻപുള്ള സിവിലൈസേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 13-16 നൂറ്റാണ്ടുകൾക്കിടയിലാണ് അവിടെ ഇസ്ലാം വരുന്നത്. പക്ഷേ അതിനും വളരെ മുമ്പ് അവിടെ ഹിന്ദു ബുദ്ധിസ്റ്റ് രാജാക്കന്മാരുണ്ടായിരുന്നു.
അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും അധിഷ്ഠിതമായിട്ടുള്ളതായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ കിങ്ഡംസ് ഉണ്ട്. ഉദാഹരണത്തിന് ശ്രീവിജയ, മാതരം, മജപാഹിത് തുടങ്ങിയ വലിയ ഹിന്ദു ബുദ്ധിസ്റ്റ് ഭരണകൂടങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടേക്ക് പിന്നീട് 13-ാം നൂറ്റാണ്ടിലോ 14-ാം നൂറ്റാണ്ടിലോ ഒക്കെ തന്നെ ഇസ്ലാം വന്നിട്ടുണ്ടാകും. ഇപ്പോൾ അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ കുറേയധികം നൂറ്റാണ്ടുകളായിട്ട്, ചുരുങ്ങിയതൊരു 7-8 നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഇസ്ലാമിന് വലിയ പ്രാമുഖ്യമുണ്ട് എന്ന് കരുതി അവിടെ ഒരു എക്സ്ചേഞ്ച് ഓഫ് കൾച്ചർ അല്ല അവരുടെ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന പ്രതീകങ്ങളിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഉസ്താദ് മനസ്സിലാക്കണം. ഇതുവരെ ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഹോൾ പോയിന്റ് എന്ന് പറഞ്ഞത് ഇതാണ്. അതായത് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആയിരുന്നു അവിടെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവിടെ ഇസ്ലാമികമായിട്ടുള്ള ചിഹ്നങ്ങളും അവർക്ക് കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് പോലും അവർ അവിടെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ആ രാജ്യത്തിൻ്റെ റൂട്ട്സിനെ കുറിച്ചാണ്. തദ്ദേശീയമായിട്ടുള്ള ഇൻഡിജനസ് ആയിട്ടുള്ള സിവിലൈസേഷനിൽ ഊന്നിയിട്ടുള്ള അവരുടെ ആ പാരമ്പര്യത്തിന്, ആ പൈതൃകത്തിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഹിന്ദു ചിഹ്നങ്ങൾ, ബുദ്ധിസ്റ്റ് ചിഹ്നങ്ങളൊക്കെ തന്നെ ഒരു വലിയ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിലുള്ളത്. തന്നെയുമല്ല അതൊരു റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യമാണ്. അവിടെ ഒരു ഇലക്റ്റഡ് ആയിട്ടുള്ള ഭരണകൂടവും ഒക്കെ ഉണ്ട്. അത് ഒരു തിയോക്രാറ്റിക് രാജ്യമല്ല എന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് അവിടെ ഇതൊക്കെ തന്നെ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഉസ്താദ് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന താങ്കളുടെ വീഡിയോയിലുള്ള അബദ്ധങ്ങളെക്കുറിച്ച്, വിവരക്കേടുകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അർത്ഥവ്യാഖ്യാനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റുകളുള്ളത് താങ്കൾ തിരുത്തുക, താങ്കളത് മനസ്സിലാക്കുക. അതിനുശേഷം കുറച്ചുകൂടി കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് വിമർശിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി പ്രിപ്പറേഷൻ താങ്കൾക്കുണ്ടാവണം, അത് നന്നായിരിക്കും. അതല്ലാതെ ഇപ്പോൾ താങ്കളുടെ ഓഡിയൻസിന് ഈ ഹിന്ദു ഗ്രന്ഥങ്ങളോ ശ്ലോകങ്ങളോ അതിൻ്റെ അർത്ഥമോ അതിലെ ഏറ്റവും പഴക്കമുള്ള ആശയധാര ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇതൊക്കെ മതി. പക്ഷേ ഇതൊക്കെ അറിയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഹോംവർക്ക് ആകാം എന്ന് മാത്രം പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയുന്നു. അങ്ങേക്ക് നല്ലത് വരട്ടെ. നമുക്ക് എപ്പോഴെങ്കിലും നേരിട്ട് കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.